ഹായ് ഗൈസ്, നിങ്ങൾ ജോർജിയയിലേക്ക് ജോബ് വിസയിലോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ സ്റ്റുഡൻസ് വിസയിലോ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ ജോർജിയയിൽ ഇപ്പോൾ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നോർമലി ഇപ്പോൾ D1 വിസയിലല്ലാതെ ഈ വിസയിലും അതേപോലെ തന്നെ ബാക്കിയുള്ള നോർമൽ വിസയിലൊക്കെ വന്ന് ഇവിടെ ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡീപ്പോർട്ടേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. സോ അത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂസ് ഇപ്പോൾ നിലവിൽ ജോർജിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലീഗലി ജോർജിയയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ ഇന്ത്യന്നോ അല്ലെങ്കിൽ അതർ കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും നോ ഇഷ്യൂസ്. ഡയറക്റ്റ് തന്നെ D1 വിസ, അതായത് വർക്ക് വിസ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോർജിയയിലേക്ക് വന്ന് ഡെലിവറി ജോബ്, അതേപോലെ തന്നെ ടാക്സി ജോബ്, അങ്ങനെയുള്ള ഒരുപാട് ജോബ് വേക്കൻസീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നോർമൽ ഒരു 1.5 ലാക്ക് വരെയൊക്കെ നിയർലി സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ഇത് ഡയറക്റ്റ് ലീഗലി തന്നെ നാട്ടിൽ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് നിങ്ങൾക്കൊരു വർക്ക് വിസ വേണം, അതുപോലെ തന്നെ ഒരു വർക്ക് കോൺട്രാക്റ്റ് വേണം, നിങ്ങളുടെ ഇൻഷുറൻസ് പ്രോപ്പർ ആയിരിക്കണം, അതേപോലെ തന്നെ നിങ്ങളുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് പ്രോപ്പർ ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കോൺട്രാക്റ്റോട് കൂടി VFSൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോർജിയയിലേക്ക് ലീഗലായിട്ട് തന്നെ എൻട്രി ആവാം. നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാം, അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പേജിൽ അവൈലബിൾ ആണ്, ഇമെയിൽ ID, എവറിത്തിങ്. സോ നിങ്ങൾ വർക്ക് വിസ ത്രൂ ജോർജിയയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. താങ്ക് യു.